ഹലോ ഗൈസ്, സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മൾ ഒരു ഫിലിം ആക്ട്രസിൻ്റെ മേക്ക് ഓവർ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏത് ക്യാരക്ടറാണ് നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. നമ്മൾ ഏതിലെ മുഷ്കിലിലെ അലീസെ, അനുഷ്ക ശർമ്മ ചെയ്ത അലീസെ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ഒരു മേക്ക് ഓവർ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. എനിക്കറിയത്തില്ല സക്സസ് ആവോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം പറയണം കേട്ടോ, എങ്ങനെ ഉണ്ടായിരുന്നു മേക്കപ്പ്. എന്തായാലും എക്സാക്റ്റ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ബട്ട് ഞാൻ ആ ഒരു മേക്കപ്പ് ലുക്കാണ് ചെയ്യാൻ പോകുന്നത്. ആ മേക്കപ്പ് ഫീച്ചേഴ്സ് ഉണ്ടല്ലോ, അതാണ് ഞാൻ എക്സാക്റ്റ് കോപ്പി ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ബ്ലാക്ക് കുർത്തിയാണ്. എക്സാക്റ്റ് ബ്ലാക്ക് കുർത്തി അല്ല, അതിൽ കാണിക്കുന്ന അതേപോലത്തെ അല്ല. ഞാൻ എന്താ ഈ ഒരു ബ്ലാക്ക് കുർത്തിയാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഈ ഒരു ബ്ലാക്ക് കുർത്തിയാണ് ഞാൻ എടുത്തേക്കുന്നത്. സോ ഞാൻ പോയി ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം. ഫേസ് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ. ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ടവൽ കൊണ്ടൊന്ന് ഡ്രൈ ചെയ്യാം. ഡ്രൈ ചെയ്തതിന് ശേഷം ഞാൻ മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അക്വലോജിക്കയുടെ മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളിപ്പോൾ റീസെൻ്റ് ആയിട്ട് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ മനസ്സിലാവും, ഞാൻ ഇപ്പം കറൻ്റ്ലി യൂസ് ചെയ്യുന്ന ഈ അക്വലോജിക്കയുടെ മോയ്സ്ചറൈസറാണ്. ഭയങ്കര അടിപൊളി സാധനമാണ് കേട്ടോ. ഭയങ്കര എന്താ പറയുക, ഇലുമിനേറ്റിംഗ് മോയ്സ്ചറൈസർ എന്നാണ് പറയുന്നത്. എക്സാക്ട് സാധനമാണ്, ഇലുമിനേറ്റിംഗ് ആണ്, ഭയങ്കര ഹൈഡ്രേഷൻ നൽകും. അതുപോലെ തന്നെ നോൺ സ്റ്റിക്കി ആണ്, സൂപ്പർ മോയ്സ്ചറൈസറാണ് കേട്ടോ. പുരുകത്തെല്ലാം വെള്ളയിരിക്കും. ഇങ്ങനത്തെ ഒരു ജെൽ ടൈപ്പ് ആണ് കേട്ടോ. ഞാൻ ലിപ്സിന് മാത്രം ഒരു ടിൻറ്റ് ഇട്ടിട്ടുണ്ട്, അല്ലാതെ വേറെ ഒന്നും ഇട്ടിട്ടില്ല. എൻ്റെ ഫേസിലൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് ടാൻ ആയിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഒന്നും സ്കിൻ കെയർ ചെയ്യുന്നില്ല, ഓൺലി ഈ ഒരു മോയ്സ്ചറൈസർ മാത്രമാണ് അപ്ലൈ ചെയ്യുന്നത്. എൻ്റെ ആ ഒരു ഡാർക്ക് സർക്കിൾസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഇത് നല്ല രീതിക്ക് പെട്ടെന്ന് തന്നെ ഡ്രൈ ആവും കേട്ടോ. നമ്മൾ ജസ്റ്റ് അപ്ലൈ ചെയ്ത് ആ ഒരു 2 സെക്കൻഡ് 3 സെക്കൻഡ് അതിനുള്ളിൽ ഇതങ്ങ് ഡ്രൈ ആയിക്കോളും. അത്രയും അടിപൊളി മോയ്സ്ചറൈസറാണ്. ഞാൻ ഒരിക്കലും ഒരു ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്ത് പറയാനല്ല, ഈ ഒരു മോയ്സ്ചറൈസർ അടിപൊളിയാണ്. ഓയിലി സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ എന്താ ഈ ഒരു ഹൈലൈറ്ററാണ് യൂസ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം നമ്മുടെ ഈ ഒരു ക്യാരക്ടറിന് ഭയങ്കര ഗ്ലോയി ആയിട്ടുള്ള സ്കിന്നാണ്, ഭയങ്കര ഒരു ഗ്ലാസ് സ്കിന്നാണ് അലീസയ്ക്ക് ഈ ഒരു ഇതിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് നല്ല രീതിക്ക് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കണം. സോ അതിന് വേണ്ടി ഞാൻ എടുത്തേക്കുന്നത് സ്വിസ് ബ്യൂട്ടിയുടെ റിയൽ മേക്കപ്പ് ബേസ് ഹൈലൈറ്റിംഗ് പ്രൈമറാണ്. ഇത് വലിയ റേറ്റ് ഒന്നുമില്ല, ഇതൊരു 200 സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഭയങ്കര അഫോർഡബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ മറ്റേ സ്മിട്ടണിൽ നിന്ന് വാങ്ങണമെങ്കിൽ കുറച്ചുകൂടി നല്ല ഓഫറിൽ കിട്ടും. എനിക്കങ്ങനെ ഓഫറിൽ കിട്ടിയോണ്ടാണ് ഇത് വാങ്ങിയത്. ഭയങ്കര അടിപൊളിയായിട്ടൊരു സാധനമാണ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം അനുഷ്ക ശർമ്മയ്ക്ക് ഈ ഒരു ക്യാരക്ടറിന് ഭയങ്കര ഒരു ഗ്ലാസ് സ്കിന്നാണ് കൊടുത്തേക്കുന്നത്. കൈ കൊണ്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാണ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിക്ക് ഞാൻ വാരി കുളിപ്പിക്കുന്നുണ്ട്. ഇത് പോരാതെ നമ്മളിനി വീണ്ടും ഇടും. അപ്ലൈ ചെയ്യുമ്പോൾ കഴുത്തിലൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം, കാരണം എങ്കിലേ ആ നമുക്കൊരു ഈവൻ ടോൺ കിട്ടത്തുള്ളൂ. ഗ്ലാസ് സ്കിൻ എന്ന് പറയുമ്പോൾ ഫേസിൽ മാത്രമല്ല, നമുക്ക് നെക്കിലും ഇത് ചെയ്യണം. അടുത്ത് ഞാനൊരു ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം ആ ഒരു ക്യാരക്ടർ ബേസാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷനിൽ നിന്നും കുറച്ചുകൂടി ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഫൗണ്ടേഷൻ യൂസ് ചെയ്താൽ നമുക്ക് കുറച്ചുകൂടി ഒരു ഗ്ലാസ് സ്കിന്ന് കിട്ടും. ബട്ട് പുട്ടി അടിച്ച എഫക്റ്റിലുള്ള ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്യരുത്. അല്ലാതെ നമുക്ക് കുറച്ചുകൂടി നമ്മുടേതും നമ്മൾ യൂസ് ചെയ്യുന്നതും ഇത്തിരി അല്ലെങ്കിൽ ഒരു ലൈറ്റർ ഷെയ്ഡ് എടുത്തിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്തിടുന്നതായിരിക്കും നല്ലത്. സോ ഞാൻ ഈ കെ ബ്യൂട്ടിയുടെ ഫൗണ്ടേഷനാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ നല്ല രീതിക്ക് ഇത് ബ്ലെൻഡ് ആവും.
ഞാൻ ഈ ഒരു സ്പഞ്ച് യൂസ് ചെയ്ത് ഫേസിൽ ഫുള്ള് ഇവനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. എൻ്റെ ഡാർക്ക് സർക്കിൾസ് മറയ്ക്കാനായിട്ട് കുറച്ച് അവിടെ കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതാണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഐബ്രോസിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്യാരക്ടറിൻ്റെ ഐബ്രോസ് എന്ന് പറയുമ്പോൾ ഭയങ്കര തിന്നാണ്. എന്ന് വെച്ചാൽ അത്രയും തിന്നല്ല, ബട്ട് എങ്കിലും എൻ്റെനും ഭയങ്കര കുറച്ച് തിന്നാണ്, ബട്ട് ഭയങ്കര ഡാർക്ക് ഷെയ്ഡാണ് വരുന്നത്. അലീസയുടെ ആ ഒരു ഇവിടെ കൊടുത്തേക്കുന്ന ഫോട്ടോ ഒരു ഡാർക്കാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം. ഞാൻ ഫസ്റ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ ദാ ഈ ഒരു ഷെയ്ഡും, അത് കഴിഞ്ഞിട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാനായി ഇവിടെ മീൻസ് ഇവിടെ ഫില്ല് ചെയ്യാനായിട്ട് ദാ ഈ ഒരു ഡാർക്ക്, ബട്ട് അത് കുറച്ചായിട്ട് മാത്രം എടുത്തിട്ട് ചെയ്യാം. കറക്റ്റായി പുരുകം കിട്ടുമോയെന്ന് അറിയത്തില്ല. ഇനി അടുത്ത് ഈ പുരുകം, ഇതും ഇതേപോലെ നൈസായിട്ട് സെറ്റ് ചെയ്യണം. രണ്ടും ഈക്വൽ ആയിട്ട് വേണം സെറ്റ് ചെയ്യാനായിട്ട്. അതാ ടാസ്ക്. അനുഷ്ക ശർമ്മയുടെ ഐ തിങ്ക് എങ്ങനെയോ ആയി. ഇത് കുറച്ചുകൂടി നൈസായി, ഒരു കുറച്ച് തിക്നെസ് കൂടിയും തോന്നി. അടുത്ത ഐ ഷാഡോ കൊടുക്കണേന്ന് വെച്ചാൽ ഒരു പിങ്ക് കളർ പീച്ച് കളറാണ് കൊടുക്കുന്നത്. സോ ഞാൻ എടുത്തേക്കുന്നത് ഈ ഒരു നടുക്കത്തെ ഈ ഒരു ഷെയ്ഡ് ഉണ്ടല്ലോ, ഈ ഒരു ഷെയ്ഡാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞില്ല ഗ്ലാസ് സ്കിന്നാണ് യൂസ് ചെയ്തത്. സോ ഗ്ലാസ് സ്കിന്നിന് നമുക്കൊരു പീച്ച് അല്ലെങ്കിൽ പിങ്ക് കളർ കൊടുക്കുന്നതായിരിക്കും നല്ലത്. സോ ഞാൻ ഈ ഒരു ഷെയ്ഡ് യൂസ് ചെയ്യണം. നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഈ ഒരു ക്യാരക്ടറിൽ വിങ് ഐലൈനർ ഒന്നും അല്ലേ യൂസ് ചെയ്തേക്കുന്നത്, നമുക്ക് കണ്ണിന് താഴെ മാത്രമാണ് ഇത് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മുകളിലൊന്നും ചെയ്യാത്തതുകൊണ്ട് നമ്മളിങ്ങനെ ഇരുന്നിട്ട് നല്ലപോലെ അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. ഇനി കണ്ണിൻ്റെ താഴെ വാട്ടർ ലൈനിൻ്റെ അവിടെ ആയിട്ട് നമ്മൾ ഈ ഒരു ഷെയ്ഡ് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. സോ ഫസ്റ്റ് ഞാൻ കണ്ണിന് മുകളിൽ ഇവിടെ ആയിട്ട് ഞാനൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. കാരണം ആ ഒരു ഡാർക്ക്നെസ് അറിയാൻ വേണ്ടി കണ്ണിനകത്താണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. കണ്ടോ, അപ്പോൾ കണ്ടോ ഒരു ഡാർക്ക്നെസ്. ആക്ച്വലി എനിക്കത് എഴുതാൻ പറ്റുന്നില്ല. നമ്മൾ മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നല്ല രീതിക്ക് മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുക. ആക്കിൻ്റെ ഈ ഒരു മസ്കാരയാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ആക്ച്വലി ഡ്രസ്സ് എക്സാക്റ്റ് ഒന്നും അല്ല, ബട്ട് ഒരു ബ്ലാക്ക് കളർ എടുത്തതേ ഉള്ളൂ. അതേപോലത്തെ എന്നാണ് ഈ പറയുമ്പോൾ അതും എക്സാക്റ്റ് അല്ല. സോ നമ്മുടെ ഈ ഒരു ക്യാരക്ടറിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് വെച്ചാൽ കണ്ണാണ്. കണ്ണ് പക്ഷെ രണ്ട് സൈഡും എഴുതുന്നില്ല, കണ്ണിന് താഴെ മാത്രം നല്ല ഡാർക്കായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ മെയിൻ പാർട്ടിലോട്ട് പോവാണ് കേട്ടോ. അത് ഭയങ്കര ഭംഗിയാണ്, കണ്ണിൻ്റെ താഴെ എഴുതുന്നുണ്ടല്ലോ, ഭയങ്കര ഭംഗിയാണ്. സോ നമുക്കത് എഴുതാം. ഫസ്റ്റ് ഞാൻ വാട്ടർ ലൈനിൽ മാത്രമാണ് എഴുതി കൊടുക്കുന്നത് കേട്ടോ. ആണോ എന്ന് എനിക്കറിഞ്ഞൂടാ. ഇങ്ങനെയല്ല, നമ്മൾ നല്ല ഡാർക്കായിട്ട് എഴുതി കൊടുക്കും ഇനി.
ഈ ഒരു ഡിഫറൻസ് കണ്ടോ? വലിയ രീതിക്ക് ഫ്ലോപ്പായില്ല. സോ അടുത്ത പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ ബ്ലഷ് വിട്ട് കൊടുക്കുകയാണ്. ഫിക്സിയുടെ ഈ ഒരു ബ്ലഷാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ നല്ല രീതിക്ക് കയ്യിലെടുത്തിട്ട് നിറയെ എടുക്കണം. ഈ ഒരു കളറാണ്, ഒരു പിങ്ക് ഷെയ്ഡാണ്. ആരോ അടിച്ച പോലെയുണ്ട്. ഇത് ബ്ലെൻഡ് ആവുമ്പോൾ അങ്ങനെ ഒരു ഇതൊന്നും ഇല്ല കേട്ടോ. സോ ഈ ഒരു ക്യാരക്ടറിൻ്റെ ലിപ്സ് എന്ന് പറയുമ്പോൾ ഭയങ്കര ന്യൂഡായിട്ടുള്ള ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ന്യൂഡ് ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. ന്യൂഡല്ല, ബട്ട് പിങ്ക് ന്യൂഡ് ടൈപ്പാണ്. എനിക്കിടുമ്പോൾ ഇത് ന്യൂഡാണ്. കണ്ടോ, ഈ ഒരു ഷെയ്ഡ് എനിക്കിട്ടപ്പോൾ അത് ന്യൂഡായി. ഇനി എന്താണെന്ന് വെച്ചാൽ ആ ഒരു ക്യാരക്ടറിന് മൂക്കുത്തി ഇട്ടിട്ടുണ്ട്. സോ ഞാൻ ഒരു മൂക്കുത്തി ഇടാം. റിങ് ആണ് കേട്ടോ ഇടുന്നത്. റിങ് ടൈപ്പിലുള്ള മൂക്കുത്തിയാണ് ഇടുന്നത്. തുമ്മാൻ ചാൻസ് ഉണ്ട്. കമ്മല് മാറ്റാണ്, കാരണം യൂസ് ചെയ്തിരിക്കുന്നത് ഒരു ഹെവി ടൈപ്പ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ കൊടുക്കുന്ന കമ്മല് നമുക്ക് അടുത്ത ഹെയർ സ്റ്റൈലിലോട്ട് പോകാം. നല്ല ലോങ് ഹെയർ ആണ് ആ ക്യാരക്ടറിനുള്ളത്. കുറച്ച് മുടി എടുത്തിട്ട് ചുറ്റി